Hi Kitchen Recipes in Malayalam. എല്ലാവർക്കും സ്വാഗതം. നമുക്കിത് പെട്ടെന്ന് തന്നെ മിക്സിയിൽ ഒരു ഈസി മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. നമുക്ക് നല്ല പഴുത്ത മാങ്ങയാണ് വേണ്ടത്. അപ്പോൾ ഇതിന്റെ സ്കിൻ എല്ലാം കളഞ്ഞ് 2.25 കപ്പ് മാങ്ങയാണ് എടുക്കാൻ പോകുന്നത്. മിക്സിയുടെ വലിയ ജാറിലോട്ട് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇത് 500 ml അല്ലെങ്കിൽ 2.25 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 മിനിറ്റോളം ഏറ്റവും ഹൈ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 1 മിനിറ്റ് കണ്ടിന്യൂസ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 20 സെക്കൻഡ് കൂടുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം. കാരണം ചിലപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അത് ക്രീമി ആയി കിട്ടും, ചില സമയത്ത് ആകൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 20 സെക്കൻഡ് കൂടുമ്പോൾ നോക്കുക. അപ്പോൾ ആദ്യം ചിലപ്പോൾ ഒരു വെള്ളം പോലെ തന്നെ നമുക്ക് തോന്നും, അത് കുഴപ്പമില്ല. അങ്ങനെ 1 മിനിറ്റിന് ശേഷം ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ നല്ല തിക്ക് ക്രീമായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ നേരം ഇട്ടിട്ട് ബീറ്റ് ചെയ്യരുത്. കൂടുതൽ നേരം ബീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ പിരിഞ്ഞ് പോകും, പിന്നെ ലൂസായി പോകും, പിന്നെ നമുക്ക് ശരിയാവില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ 20 സെക്കൻഡ് കൂടുമ്പോഴും സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കുക ഇതുപോലെ നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ടോയെന്ന്. അതിനുശേഷം ഞാനിപ്പം മറ്റൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്ത അതേ മിക്സർ ജാറിലോട്ട് തന്നെയാണ് കട്ട് ചെയ്ത മാംഗോസ് ഇട്ടിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം കുറവുള്ള മാങ്ങയാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കേണ്ടി വരും. പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ് മിൽക്കും ചേർക്കാം. കണ്ടൻസ് മിൽക്ക് ചേർത്തുണ്ടാക്കുന്ന മാംഗോ ഐസ്ക്രീമിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് എപ്പോഴും കണ്ടൻസ് മിൽക്ക് വീട്ടിലുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കണ്ടൻസ് മിൽക്ക് വെച്ചിട്ടല്ല ചെയ്യുന്നത്, പഞ്ചസാര വെച്ചിട്ടാണ്. എന്നാലും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മൾ മാങ്ങയും പഞ്ചസാരയും ഇട്ട് നല്ല പേസ്റ്റ് പരുവം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മുഴുവൻ ചേർക്കേണ്ട, കുറച്ച് മാംഗോയുടെ പേസ്റ്റ് മാറ്റി വയ്ക്കാം. വളരെ ജെൻറ്റിലായിട്ട് ഈ മാംഗോ പേസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പ് ക്രീം നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഹാർഷായിട്ട് ഒരുപാട് റഫായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാണ്ട് വളരെ ജെൻറ്റിലായിട്ട് നമ്മൾ സാധാരണ കേക്ക് ബാറ്റേഴ്സിനൊക്കെ മിക്സ് ചെയ്യുന്ന അതേ രീതിയിൽ വളരെ ജെൻറ്റിലായിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ വളരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ കുറച്ച് മാംഗോ പേസ്റ്റാണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഐസ്ക്രീം മിക്സ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങാനും മധുരം കുറവ് തോന്നുവാണെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാംഗോ പേസ്റ്റ് ഇല്ലേ, അതിലോട്ട് കുറച്ചും കൂടെ ഷുഗർ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഈ അടിച്ചു വെച്ചിട്ടുള്ള ബാക്കിയുള്ള മാംഗോ പേസ്റ്റും കൂടെ ചേർക്കുമ്പോൾ ഇതിലത്തെ മധുരം നല്ല കറക്റ്റായി കിട്ടിക്കോളും. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ഐസ്ക്രീംസ് അല്ലേ വേണ്ടത്. അതുകൊണ്ട് തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു കണ്ടെയ്നറിൽ വേണം ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിലോട്ടാണ് ഈ ഐസ്ക്രീം മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നർ അല്ലെങ്കിൽ ഇത് ഫ്രീസ് ചെയ്ത് കഴിയുമ്പം ക്രിസ്റ്റൽ ഫോം ചെയ്യും. അപ്പോൾ കഴിക്കുമ്പോൾ ഇങ്ങനെ ഐസ് കട്ട് കഴിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാംഗോ പേസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം ഒരു സ്പൂൺ അല്ലെങ്കിൽ നൈഫ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഐസ്ക്രീം സെറ്റ് ചെയ്തിട്ട് സ്കൂപ്പ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ സ്കൂപ്പ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ഐസ്ക്രീമിൻ്റെ കൂടെ നല്ല ഫ്രഷ് മാംഗോസും കൂടെ ഇങ്ങനെ കാണും, ഇങ്ങനെ എടുത്ത് കാണിക്കും. അത് കഴിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഐസ്ക്രീമിൻ്റെ കൂടെ നല്ല ഫ്രഷ് മാംഗോ കഴിക്കുമ്പോൾ ഒരു വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെറിയ ചോപ്പ് ചെയ്തിട്ടുള്ള മാംഗോ പീസസും ഇടാം. അപ്പോൾ സ്കൂപ്പ് ചെയ്യുമ്പോൾ കഴിക്കുമ്പോഴും ശരിക്കും ഒരു കഷ്ണമായിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ലിഡ് ഉപയോഗിച്ച് നല്ല എയർ ടൈറ്റ് ആയിട്ട് കവർ ചെയ്ത് ഫ്രീസറിൽ 2.5 മണിക്കൂർ വെക്കുക ഫ്രീസ് ചെയ്യാനായിട്ട്. 2.5 മണിക്കൂർ ഫ്രീസ് ചെയ്തതിന് ശേഷം വീണ്ടും പുറത്തെടുത്ത് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്പാറ്റുല അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ ഐസ്ക്രീം വീണ്ടും സെറ്റ് ചെയ്ത് കഴിയുമ്പം വളരെയധികം ക്രീമി ആയിട്ടിരിക്കും. ഓക്കെ, അതിനുശേഷം ഞാൻ പറഞ്ഞോണം കവർ ചെയ്ത് നല്ല എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ വീണ്ടും ഫ്രീസറിൽ ഒരു 8 hours എങ്കിലും ഫ്രീസ് ചെയ്യാനാക്കി വെക്കണം. പിറ്റേ ദിവസം രാവിലെ 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 8-9 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ ഒന്ന് വെക്കാം. അതിനുശേഷം നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ലാസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന മാംഗോ പീസ് കണ്ട് എടുത്ത് നിൽക്കണ കണ്ടോ. അപ്പോൾ ശരിക്കും അത് ഫ്രൂട്ടായിട്ട് തന്നെ എടുത്ത് നിൽക്കും. കഴിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയായിരിക്കും.
ശരിക്കും നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതുപോലെ തന്നെ വളരെ ക്രീമിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീമാണ് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Bye.